अरे इसका क्या हुआ? सर देखिए साहब, देखिए साहब, क्या हुआ? क्या क्यों ऐसा मार देता है? क्या हुआ इसको? हाँ वाड़ा है, वाड़ा वाड़ा वाड़ा। ഐശ്വര്യക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ. ഹലോ മിസ്റ്റർ മഹേന്ദ്രൻ. ഹലോ സർ. ഈ സീസണിലെ ഗോൾഡ് കപ്പ് നിങ്ങൾക്ക് തന്നെ ആയിക്കഴിഞ്ഞല്ലോ. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഇന്ന് തീർത്തു പറയാറായിട്ടില്ല. ഇനിയുമുണ്ടല്ലോ 2 റേസുകൾ. എല്ലാം ശക്തിയുടെയും മൈക്കിളിന്റെയും കഴിവാണ്. ഓ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് എന്റെ അളിയനാണ്, ശക്തിധരൻ. ഹലോ. ഐശ്വര്യയുടെ ട്രെയിനർ കൂടിയാണ്. ഇത് മൈക്കിൾ, എന്റെ ജോക്കി. ഹലോ. ഇദ്ദേഹം മിസ്റ്റർ തോമസ്, ഈ ക്ലബിന്റെ പഴയ പ്രസിഡന്റാണ്. ഇത് മിസ്റ്റർ വർമ്മ, അമേരിക്കയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ബിസിനസ്മാൻ. ഹലോ. ഹലോ. ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങിയ. ഇത് ഗോപിക്കുട്ടമുള്ള എന്റെ വൈഫിന്റെ അനിയത്തിന്റെ ഭർത്താവാണ്. കമോൺ. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? യാതൊരു തൊഴിലുമില്ല. അതൊരു ലവ് മാരേജ് ആയിരുന്നു. ഗോപി, ഞങ്ങളുടെ പ്രോജക്റ്റിൽ നിന്നും ഒരു ക്ലർക്കിനെ പിരിച്ചു. ആ ജോലി ഇവന് കൊടുത്തേക്കണം. അപ്പൊ ഗോപി, നാളെ വർമ്മയെ കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യും. ഇൻസെന്റീവും ബോണസും ഉണ്ട്. ജീവിച്ചു പോകാം. ഇഷ്ടമോ? എഴുന്നേക്കണോ? എടോ, എഴുന്നേൽക്കാൻ. ഹൈ സൊസൈറ്റിക്കാരുടെ ഒരു പാർട്ടിയാണ്. തന്നെ ആരാ വിളിച്ചത്? മുഖലക്ഷണം കണ്ടിട്ട് ഒരു ചളുത്ത് യോഗം ഉണ്ടല്ലോ. തടി ഉടനെ കേടാവുന്ന ലക്ഷണമാണല്ലോ. നമ്മുടെ അമേരിക്കൻ ട്രിപ്പ് അടുത്ത മാസം തന്നെ ഫിക്സ് ചെയ്യണം. വൈ നോട്ട്? പോയി സാറിന് സൂട്ട് എടുത്തുണ്ടോ? പറഞ്ഞ കേട്ടില്ലേ? സാറിന് സൂട്ട് എടുത്തുണ്ടോ? വരാൻ എഴുന്നേക്കടാ. എഴുന്നേക്കാൻ. എഴുന്നേക്കാനാ പറഞ്ഞത്. എല്ലാവരും കേട്ടോളൂ. ഇവൻ, ഈ സാറ്, ഈ ഏമാൻ എന്നോട് പറയാ അവന്റെ പഴയ സൂട്ടിടാൻ. ഔദാര്യം. ഞാനിവിടെ വന്നു കയറിയത് അവന്റെ ഞരമ്പിനത്ര പിടിച്ചിട്ടില്ല. സൊസൈറ്റി ചേട്ടൻ മിണ്ടായിരിക്കേട്ടാ. ഈ സാറിനെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. ഞാൻ പാവപ്പെട്ടവനാടാ, നീ ധനികനും. പക്ഷേ പാവപ്പെട്ടവന്റെ അടിയുടെ പുളിപ്പ് നിനക്ക് അറിയില്ല. ഇഡിയറ്റ്. അവൻ പറയുക ഞാൻ ജോലിയൊന്നും ഇല്ലാത്തവനാണ്. അതേടാ, എനിക്ക് ജോലിയൊന്നുമില്ല. നിനക്കെന്നോന്നായിരുന്നടാ ജോലി? യാതൊരു ജോലിയും തൊഴിലും ഇല്ലാതെ അല്ലേടാ നീ സ്വാമിനാഥ മേനോന്റെ മൂത്ത മകൾ സുപ്രഭയെ കല്യാണം കഴിച്ചത്?
തുടർന്ന് രാജകീയമായ ഹണിമൂൺ. എവിടെ നിന്നാണ് കാശെന്നറിയോ? അമ്മായിയപ്പം കൊടുത്ത ഡവറി. അവന്റെ ഹൈ സൊസൈറ്റി. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് കല്യാണം നടക്കട്ടെ. അവിടെ ഇരി. എന്നാ പിടിച്ചു അങ്ങനെ. ആ ഇട്ടാട്ടെ ഇട്ടാട്ടെ. എവിടായിരുന്നു ഇത്രയോ? മാലയുടെ അച്ഛൻ കെട്ടാ ഉദ്ദേശിച്ച പെണ്ണായത്. ഏതായാലും അങ്ങേർക്ക് വയസ്സായില്ലേ, നീ കെട്ടിക്കും. ആ കൂട്ടട്ടെ, ഇതൊരു കൂടെ. ഹലോ, വരണം വരണം. അമ്മാവോ, എവിടായിരുന്നു ഇത്രയും നേരം? ഇങ്ങനെ ഒരു പന്തൽ വിട്ട് ഇത്ര ആൾക്കാരെയും വിളിച്ചു വരുത്തിട്ട് ഒരു ഉത്തരവാദിത്വ ബോധം വേണ്ടേ? ഏതായാലും അമ്മാവന്റെ മാനം ഞാൻ കാത്തു. ഞാനും കല്യാണം നടത്തി, ഒന്നല്ല രണ്ടെണ്ണം. മോനെ, എന്താണ് ഇതൊക്കെ? വൈകിപ്പോയി മുതലാളി. എനിക്ക് നല്ല കുറച്ച് ബ്ലഡ് കിട്ടി. ഇനിയും കുറെ കാലം കൂടി ഞാൻ ജീവിക്കും. ഇനി ഒരു ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുക. അനുഗ്രഹിച്ചേക്ക് അമ്മാവാ. ഈ പിടിവാശി കള. ഒന്ന് അനുഗ്രഹിക്കണ്ടേ നമ്പ്യാരെ? ഒന്ന് അനുഗ്രഹിക്ക അമ്മാവാ. ഒന്ന് അനുഗ്രഹിക്കും സാർ. ഒന്ന് അനുഗ്രഹിക്കണോ? ഒന്ന് അനുഗ്രഹിക്കണം സാർ. ഒന്ന് അനുഗ്രഹിക്കണം സാർ. ഒന്ന് അനുഗ്രഹിക്കണം സാറേ. എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കണം നമ്പ്യാരെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.